ഇതെന്താ പറ്റിയ അമ്മീതെ? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലേ? പിന്നെ ആയുസോടെ കയറി കച്ചറുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അങ്ങനെ വലിയ കച്ചറൊന്നും ഉണ്ടായില്ല. ഒരു ചെറുതായാലും വലുതായാലും കച്ചറയാണോ? അല്ല മോനെ, സത്യം പറ, ഇത് ഹൈദറിന്റെ ഭാര്യ തന്നെയാണോ? നിങ്ങൾ എന്ത് വർത്താനം പറയണേ? ഞാൻ അങ്ങനെ വെറുതെ ആരെങ്കിലും പിടിച്ചോണ്ടെന്ന് എന്റെ ഉമ്മയാക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നോണ്ട് ചോദിച്ചു പോയതാ. അങ്ങനെ കാണാനും കേൾക്കാനും മാത്രം കച്ചറയൊന്നും ഉണ്ടായിട്ടില്ല. ആ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ വെറും ചെറ്റയാ. ഒരു ചെറ്റയുടെ ഭാഷയെ മനസ്സിലാവും, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. പിന്നെ ഓളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ നിക്കാഹ് നടത്തും. അപ്പൊ നിക്കാഹ് നടക്കുന്ന ഉറപ്പായി. ഇനി ഈ നിക്കാഹിന് ഓളെ വാപ്പ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഓളെ ഞാൻ കിട്ടും. ഓക്കെ എന്നെ ഇഷ്ടാ, എനിക്കത് മതി. പിന്നെ ഒളിച്ചോടെ എന്നെ കൂട്ടി വിളിക്കരുത് കേട്ടോ. ഈ അങ്ങോട്ട് വരികയേ വേണ്ട. അല്ലെങ്കിലും പണിക്കാരനും ബാപ്പാന്റെ ചങ്ങായി കൂടി നടത്തിയാൽ നിക്കാഹാവൂ. ഉമ്മ നടത്തണം, ഞാനത് നടത്തും. ഈ ബേജാറാണ്ടോ മോനെ, ഉമ്മ ഉണ്ട്. ഏതാണ്ടത് നീ വേണേ സഹിച്ചോട്ടെ, എന്നെ ഇതിന് കിട്ടൂല. പോരടങ്ങിട്ട് വേണ്ട, നീ അനുഭവിച്ചോ. അല്ല ബിരാനെ, ഉമ്മ വന്നു കഴിഞ്ഞപ്പോ നല്ല പണിയെടുക്കണ്ടല്ലോ. ഇത് പണിയല്ല, ഇത് പഴയ വിളക്കല്ലേ. അതിന് ഞാൻ അതിൻ്റെ അകത്ത് ഭൂതം വരുമോ നോക്കുക. ഭൂതം വന്നിട്ട് വേണം എനിക്ക് പണിയെടുക്കാതെ തിന്നാനും എൻ്റെ ഉമ്മക്കിട്ട് ചെറിയൊരു പണി കൊടുക്കാൻ. ബീരാനെ, കുറച്ച് ദിവസമായി ഞാൻ അത് തുടങ്ങിയിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു? 2 ദിവസം കണ്ടില്ലല്ലോ. ഞാൻ 2 ദിവസം പൊന്നാനി വരെ ഒന്ന് പോയിരുന്നു. പൊന്നാനില്ല, നമ്മുടെ ഐശ്വര്യ നാട്ടിലാ. അവിടെ വിശേഷം ഒന്നുമില്ല, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. സംഗതി ആയിഷ ഹൈദറിന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് വെറുതെ. പക്ഷെ മോനെ, ഓൾ എൻ്റെ ഉമ്മ അല്ല. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നേ? ഉമ്മക്ക് പെരുമാറാൻ അറിയില്ലെന്ന് വെച്ചു ഓരെന്റെ ഉമ്മ അല്ല ഉണ്ടാക്കണോ? അതെ, ആയിഷ ഹൈദറിന്റെ ഭാര്യ ആണെങ്കിലും അതില് ഹൈദറിന് മക്കളില്ല. ആയിഷക്കൊരു ഉമ്മ ആവാനും സാധിക്കൂല. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ഹംസക്ക, അല്ല നിങ്ങൾ ഈ കേട്ടൊക്കെ നേരാണോ? ഒക്കെ നേരാ. ഞാനിതൊക്കെ പൊന്നാനി പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച. മാത്രല്ല, ആയിഷയുടെ ഒരു അമ്മായി ഉണ്ട് അവിടെ. അവരോട് ചോദിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ. എന്തേനും ഇവന്റെ തുള്ളിച്ചാട്ടം. ലോകകപ്പ് കൊണ്ടുവരുമ്പോൾ അല്ലേ കൊണ്ടുവന്നിട്ടേന്. ഞാൻ അന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞ വെറുതെ പൊന്നാനിക്ക് പോണ്ട, അത് എൻ്റെ ഉമ്മയ്ക്കൂലെന്ന്. അല്ല, എന്നാലും ഞാൻ ആലോചിച്ചു നോക്കുക, ആ പെണ്ണുങ്ങൾ ഇവന്റെ ഉമ്മയാന്ന് പറഞ്ഞവൻ എത്ര പറ്റിച്ച്. ഹമീദേ, വാ ഇരിക്ക്. ഇത് കണ്ട പൊന്നാനി ബിരിയാണി അനക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പിറന്നാളല്ലേ ഇന്ന്? ഇന്നെന്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രസവിച്ച ഉമ്മാൻ അറിഞ്ഞൂടെ പിറന്നാൾ എപ്പോഴാണെന്ന്? എന്താണ്ട് ചെക്കന് കഴിച്ചിട്ട് പറ, കഴിക്ക്. ഈ എന്താണ് തോണ്ടി കളിക്കുന്നത്? നല്ലോണം കുഴച്ചിട്ട് കഴിക്ക്. അതന്നെ, കഴിക്ക്. എങ്ങനെയുണ്ട്? നിങ്ങളെന്റെ ഉമ്മയല്ലേ? എന്ത്? നിങ്ങള് എന്റെ ഉമ്മയല്ലേ? ഇപ്പോ ഞാൻ സാരില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എൻ്റെ പാപ്പാൻ്റെ 2 ഭാര്യമാരും എൻ്റെ ഉമ്മയല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ശരിക്കുള്ള ആരാണെന്നൊന്ന് അറിയണമെന്ന്. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ അല്ലേ? എക്സ്ക്യൂസ് മീ,
എക്സ്ക്യൂസ് മീ, പഴയ ഗ്രാമഫോൺ റെക്കോർഡുണ്ടോ? ആ ഷെൽഫിനകത്ത് ഉണ്ടാവും, പോയി നോക്കി. ഈ റാഫിയുടെ റെക്കോർഡിന് എന്താ വില? അല്ല, ഈ റാഫിയുടെ റെക്കോർഡിന് എന്താ വില? നിങ്ങളോട് ആരാ എടുക്കാൻ പറഞ്ഞത്? അത് കൊടുക്കാനുള്ളതല്ല. ഓ, ഈ പോസ്റ്റ് കാർഡ് കിട്ടുമോ? ഇതൊന്നായിട്ട് കൊടുക്കാനുള്ള, എന്തേ വേണോ? അല്ല, ഈ ഹൈദർ ആരാണ്? ഇവിടെ ഇല്ലത്തെ നമ്പൂരി. എൻ്റെ വാപ്പയാണ്. അല്ല, ഇത് ഹൈദറിനുള്ളൊരു പോസ്റ്റ് കാർഡാണ്. ഹൈദർക്കാക്കില്ലേ? നോട്ടെ ഇതാ നമുക്ക്. ഇത് അറബിയാണല്ലോ. നോട്ടെ, പറഞ്ഞ മാതിരി ഇത് അറബിയാണല്ലോ. ഇത് അറബിയാന്ന്. ഇത് അറബിയല്ല, ഇത് ഉറുദു ആണ്. ഇതൊരു ബേഗം ലൈല ഹൈദറിന് എഴുതിയൊരു കത്താണ്. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നേ? एक खुशखबरी है, मैं आपका इंतजार कर रही हूँ, जरूर आना बेगम लैला. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നു. ബീരാനെ, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരുമോ? മറ്റൊന്നുമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്, വേഗം വരണം. ഇന്ന് ബേഗം ലൈല. ഇതിൽ ഒരു അഡ്രസ് കൂടിയുണ്ട്. അപ്പൊ ഈ റെക്കോർഡ് എടുത്തു. എന്താ വില ഇതിന്? കുഴപ്പമില്ല, വെച്ചോ. ഓക്കെ, താങ്ക് യു. അന്നോട് പറയുന്നത് വെറുതെ കൊടുക്കാൻ പറഞ്ഞു. ഹേ, ഇതൊക്കെ ബേഗം ലൈല കില ഫിർദോസ്. അതിനെന്താ? കില ഫിർദോസ്. ആ ഫിർദോസ് എന്താ? ഇങ്ങൊന്നേ വാ. എന്താന്ന് പറയും. നമ്മുടെ കടയുടെ പേരെന്താ? ഫിർദോസ് ആൻറ്റിക്സ്. ഇതെന്താ? കില ഫിർദോസ്. ഇത് ഫിർദോസ്, ഇത് കില ഫിർദോസ്. രണ്ട് ഫിർദോസും തമ്മിൽ ബന്ധമില്ലേ? എന്ത് ബന്ധം? എടോ, ബീരാൻ അമീദ് എന്നൊക്കെ എത്ര സ്ഥലത്ത് പേരുണ്ട്, അതുപോലെ ഒരു പേര്. ഏയ്, ഇതല്ല, ഇത് ശരിക്കും ബന്ധമുണ്ട്. കണക്ക് ഭ്രാന്താ മോനെ. ഞാൻ അതിന്റെ പിന്നാലെ പൊയ്ക്കോ. ബാക്കിയുള്ളവർ തല്ലൊടിക്കാൻ ഇണ്ടു.